വെളിയിൽ നല്ല മഴയാണെങ്കിൽ നല്ല ചൂട് സൂപ്പ് കുടിക്കുന്നൊരു മൂഡ്, നമ്മൾ ചൂട് ചായ കുടിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ. ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ ടെറസ് കിച്ചണിലാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുറേ നാളായിട്ട് നിങ്ങൾ ചോദിക്കുന്ന സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് സൂപ്പിൻ്റെ റെസിപ്പീസ്. ഞാൻ ഇതുവരെ ഒരു സൂപ്പ് റെസിപ്പി നമ്മുടെ LN വ്ളോഗ്സിൽ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സൂപ്പിൻ്റെ റെസിപ്പീസ് സത്യം പറഞ്ഞാൽ ധാരാളമുണ്ട്. ഇപ്പോൾ മഷ്റൂം സൂപ്പുണ്ട്, ക്രീം ഓഫ് മഷ്റൂം ഉണ്ട്, ക്രീം ഓഫ് വെജിറ്റബിൾ സൂപ്പുണ്ട്, ക്രീം ഓഫ് ടൊമാറ്റോ ഉണ്ട്, അങ്ങനെ സ്വീറ്റ് കോൺ ചിക്കൻ, അങ്ങനെ ഇഷ്ടംപോലെ സ്വീറ്റ് ആൻഡ് സാർ വെജിറ്റബിൾ സൂപ്പ്, ചിക്കൻ സൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, ക്രീം ഓഫ് ചിക്കൻ. പക്ഷേ അതൊന്നുമല്ല. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മളുടെ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ടൊമാറ്റോ സൂപ്പ്. അത് ക്രീം ഓഫ് ടൊമാറ്റോ അല്ല കേട്ടോ, ഞാൻ സാധാരണ ഒരു ടൊമാറ്റോ സൂപ്പ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 4 വലിയ പഴുത്ത ടൊമാറ്റോ ഉണ്ടെങ്കിൽ നമുക്കൊരു 8 പേർക്ക് തികയുന്ന രീതിയിൽ സൂപ്പ് ഉണ്ടാക്കാം. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ പരിപാടികളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇത് പെട്ടെന്ന് തീരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇതിപ്പോൾ 4 ടൊമാറ്റോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു. ഇതിൽ ഒരെണ്ണം ഭയങ്കര വലുത്, ഒരെണ്ണം അത്ര വലുതല്ല, മീഡിയം, ഇത് കുറച്ചുകൂടെ ചെറുത്, ഏറ്റവും ചെറുത്. അപ്പോൾ ഏറ്റവും വലുതിനെ ബാലൻസ് ചെയ്യാനായിട്ട് വേറെ ചെറുതും കൂടി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 4 വലുതിന് ഈക്വലായി. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഓരോ ടൊമാറ്റോയെയും നമ്മൾ 6ആയിട്ട് മുറിക്കാം. ഈ ഭാഗം കളയണം കേട്ടോ. ഈ ഉള്ളിയുടെ ആണെങ്കിലും ടൊമാറ്റോയുടെ ആണെങ്കിലും ഈ നെട്ടിൻ്റെ ഭാഗം മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിനെ 6ആക്കാം. 6ഓ 8ഓ, ഇതിപ്പോൾ വലിപ്പം കൂടുതലല്ലേ, അപ്പോൾ നമുക്കിതിനെ 8ആക്കാം. അപ്പോൾ നന്നായി പഴുത്തതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് സത്യം പറഞ്ഞാൽ 2 എണ്ണം നന്നായി പഴുത്തു, 2 എണ്ണം പഴുത്തിട്ടുണ്ട്, പക്ഷേ അത്രയ്ക്ക് ഇല്ല. എന്ത് എളുപ്പമല്ലേ ടൊമാറ്റോ കട്ടിങ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും സുഖകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും 4 ടൊമാറ്റോ കട്ട് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 8 കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 3 കപ്പ് ആദ്യം എടുത്തിട്ട് ഇത് വേവിക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ ടോട്ടൽ 8 കപ്സ്, ഓർക്കുക 8 കപ്പ് വെള്ളം നോക്കിക്കോളൂ. ഇതിൽ നിന്ന് ഞാൻ 3 കപ്പ് അളന്നൊഴിക്കാൻ പോവാണ്. ആദ്യം ടൊമാറ്റോയെ പീസസ് ആക്കിയത് അതേ പാത്രത്തിലേക്ക് ആക്കി കഴിഞ്ഞു. ഇതിലേക്കാണ് ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളം അളന്നൊഴിക്കാൻ പോകും. 1, 2 and 3, 3 മതി. ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് വേഗത്തെ. ഈ സൂപ്പിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ വേകുന്ന സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എത്ര സമയം എടുക്കുന്നു നമ്മുടെ ടൊമാറ്റോ വേകാൻ, അത്ര തന്നെ. അത് കഴിഞ്ഞാൽ നമ്മളതൊന്ന് ഒച്ചിരൊന്ന് തടുക്കാനായിട്ട് സമയം കൊടുക്കണം. എന്നിട്ട് അരച്ചെടുക്കും, മിക്സിയിൽ അരച്ചിട്ട് അരിക്കും. എന്നിട്ട് അതിൻ്റെ ആ ഒരു പൾപ്പുണ്ടല്ലോ, അതിൻ്റെ ചാറെടുക്കണം. അതാണ് വേണ്ടത്. എന്നിട്ട് പിന്നെ നിമിഷങ്ങൾക്കകം എല്ലാ കാര്യങ്ങളും റെഡി. അത്ര തന്നെ. എനിക്ക് ഒരു പണിയില്ല, ചുമ്മാതെ വെയിറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ദേ ടൊമാറ്റോയുടെ പീസസ് എല്ലാം വെന്തു. ഓക്കെ, പൾപ്പി ആകാനായിട്ട് ഇനി അരച്ചെടുത്താൽ മാത്രം മതി. നോക്കിക്കോളൂ. ഈ കുറച്ച് വെള്ളവും ബാക്കിയിട്ട് നമ്മൾ 3 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചിരുന്നത്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അല്പസമയം തണുക്കാനായിട്ട് വെക്കും. ഒന്ന് തണുത്ത് കഴിഞ്ഞാലേ നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ പറ്റുള്ളൂ, ചൂടോടെ പറ്റില്ലല്ലോ. അതാണ് ചെയ്യാൻ പോണത്. ഓക്കെ, തണുക്കാനായിട്ട് മാറ്റാം. ഈ രീതിയിലാണ് ആയിരിക്കുന്നത്. കണ്ടല്ലോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ ചാറിലൊക്കെ അതിൻ്റെ വെള്ളത്തിൽ കണ്ടോ ടൊമാറ്റോയുടെ ജ്യൂസൊക്കെ ഇറങ്ങിയത് സെറ്റപ്പായി. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ തണുത്തു. ഇനി ഞാൻ അരയ്ക്കാൻ പോകുന്നു. മിക്സിയിലേക്ക് മാറ്റാം. കുറച്ച് അതിൻ്റെ ചാറോടുകൂടി മാറ്റാം. ഫുള്ള് വെള്ളം ഒഴിക്കണമെന്നില്ല, നോക്കാം. ആവശ്യത്തിന് അതിനിട്ടുണ്ട്. ഇനി ഇത് ബാക്കി കുറച്ച് ചാറ് ഇതിനകത്ത് തന്നെ ഉണ്ട് പാത്രത്തിൽ. ഞാൻ ഫുൾ വെള്ളവും ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടില്ലായിരുന്നു, കാര്യം മിക്സിയിൽ ഓവർഫ്ലോ ആയാലോ. ഇനി ഇതിനകത്തേക്ക് ഈ പാത്രത്തിലേക്കാണ് ഞാൻ തിരിച്ചു വയ്ക്കുന്നത്. നന്നായിട്ടൊന്ന് അരിക്കാം. ഇതിൽ കുറച്ച് ലംസ് കിടക്കുകയാണെങ്കിൽ അത് നമുക്ക് അരച്ചങ്ങ് ചേർത്താൽ മതി. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി താഴേക്ക് പൊയ്ക്കോളും.
അതതിൻ്റെ മട്ടി മാത്രമായിട്ട് ചുരും. ഓൾമോസ്റ്റ് ഇതിന് കൊത്തു മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ടൊമാറ്റോയുടെ വേസ്റ്റ്. ഉള്ളി സോ മച്ച്. ബാക്കി മുഴുവൻ നമുക്ക് കിട്ടിയ സത്ത് ആണെന്നുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ ടൊമാറ്റോയുടെ കംപ്ലീറ്റ് ജ്യൂസും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. ഇനി അടുപ്പിലേക്ക് നമ്മുടെ പാത്രത്തിൻ്റെ അകത്തേക്ക് ഇത് ഒഴിക്കാം. സൂപ്പ് ഉണ്ടാക്കുന്ന പാത്രം ഏതാണോ അതിനകത്തേക്ക്. ഇതിൻ്റെ കൂടെ ഇതിപ്പോൾ നമ്മൾ 3 കപ്പ് വെള്ളമാണ് എടുത്തത്. ടോട്ടൽ 8 കപ്സാണ് വേണ്ടത്. അപ്പോൾ 3 കപ്സ് എടുത്തല്ലോ. ഇനി ഒരു 4 കപ്പ് വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കണം. ഇനി 1 കപ്പ് വെള്ളം ബാക്കിയുണ്ട്. അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ ഇരിക്കുന്നു. നമുക്ക് കോൺഫ്ലവർ കലക്കാനായിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ അളന്ന് വെച്ചിരിക്കുന്ന കോൺഫ്ലവറാണ്. 4 ടേബിൾ സ്പൂൺ. അളവ് കറക്റ്റാണ്. ഇതിലേക്കാണ് നമ്മൾ ഈ വെള്ളം, ഈ 1 കപ്പ് മാറ്റി വെച്ചിരിക്കുന്നില്ലേ, അതൊഴിച്ച് കലക്കാം. അത് കട്ടയൊന്നും പിടിക്കില്ല, പെട്ടെന്ന് തന്നെ കലങ്ങി കിട്ടും, ഒരു പ്രശ്നമില്ല. ബാക്കി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് 1 കപ്പ്. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇങ്ങനെ കലക്കി റെഡിയാക്കി വയ്ക്കാം. എന്നിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ റെഡിയായി നിൽക്കുവാണ്. ഇനി 2-3 കാര്യങ്ങളും കൊണ്ട് ചെയ്താൽ അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അതായത് 2 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇത് കറുത്ത കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ആയാലും മതി. ഇനി അടുപ്പ് കത്തിച്ചാലോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കേണ്ടി വരും. അതും കൂടി ചേർക്കാം. ഇതൊരു നല്ല തിള വരട്ടെ. ടൊമാറ്റോ സൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. അത് വേവിക്കുന്ന സമയം അതൊന്ന് തണുക്കുന്നു, അരിക്കുന്നു. മിക്സിങ് വിത്ത് വാട്ടർ, പഞ്ചസാര ആൻഡ് കുരുമുളക് പൊടി. ഒരു നല്ല തിള വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നത് സാവധാനം അതിലേക്ക് ചേർത്തിട്ട് കൈയെടുക്കാൻ ഇളക്കി. അത് കഴിഞ്ഞിട്ട് ആ തിള കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ കുറുകി വരും. ഒരു സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ തീ ഓഫ് ചെയ്തു. ലാസ്റ്റ് ഒരു കാര്യം കൂടി ഇടണം. ആ കാര്യം കൂടി ഇട്ട് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആകും. ഇപ്പം നന്നായി തിള വന്നു. നോക്കിയേ, നല്ല ഒന്നാന്തരം തിള വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്കാണ് നമ്മൾ കലക്കി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കി തിരിക്കുന്നുണ്ടല്ലോ, അതിന് കുറേശ്ശെ ഒഴിക്കാവേ. നോക്കിക്കോളൂ, ഞാൻ ഒഴിക്കാൻ പോകും. കൈയെടുക്കാണ്ട് ഇളക്കുക. കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ തന്നെ കുറുകി തുടങ്ങും. സി, അപ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് ഒഴിച്ചാൽ മതി. സ്മൂത്തായിട്ടുള്ളൊരു സൂപ്പായി കഴിഞ്ഞു. സി ദിസ്, വെരി നൈസ്. സംഭവം റെഡി. ഒരു തിളയും കൂടി വന്നാൽ മതി. തിളച്ചുകൊണ്ടിരിക്കുന്നതിലാണ് ഒഴിച്ചത്, എങ്കിലും ഒഴിച്ച് കഴിഞ്ഞിട്ടൊരു തിള വരണം. കാരണം ഈ കോൺഫ്ലവർ ഒന്ന് വേഗണമല്ലോ. ചൂടിലൊഴിക്കുമ്പോൾ തന്നെ വേഗം, എന്നാലും അതിൻ്റെ ഒരു ചടങ്ങാണ്, അങ്ങനെ തന്നെ വേണം. ഒരു തിള വരണം. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം നമുക്ക്. നേരത്തെ കുറച്ചല്ലേ ചേർത്തുള്ളൂ, വേണ്ടി വരും. ഇപ്പോൾ നല്ല തിള വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ടല്ലോ ടൊമാറ്റോ സോസ്, അതും കൂടി ഒഴിക്കണം. 2 ടേബിൾ സ്പൂൺ കഴിയാം. അങ്ങനെ എളുപ്പത്തിൽ നമ്മൾ ഏകദേശം ഒരു 8 പേർക്കുള്ള ടൊമാറ്റോ സൂപ്പ് റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഒരു സ്റ്റാർട്ടർ ആയാലോ, ഒരു ഡിന്നറിന്. പിന്നെ അസുഖമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ, പനിയൊക്കെയാണ്, ജലദോഷം, തൊണ്ടവേദനയൊക്കെ ആണെങ്കിലും നല്ല ചൂട് സൂപ്പ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും നമുക്കെല്ലാം കഴിക്കാനും നല്ലത് തന്നെയാണ്. പിന്നെ നല്ല മഴയുണ്ടെങ്കിൽ, ഓപ്ഷൻസ് പറയാതെ, വെളിയിൽ നല്ല മഴയാണെങ്കിൽ നല്ല ചൂട് സൂപ്പ് കുടിക്കുന്നൊരു മൂഡ്, നമ്മൾ ചൂട് ചായ കുടിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ. ബ്രെഡിന് ഇങ്ങനെ ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചിട്ട് എണ്ണയിൽ നല്ല കരുകരിപ്പായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്ത് കോരും. അതിട്ടാണ് കൊടുക്കുന്നത്. ഒരു ബൗള് സൂപ്പിൽ ഒരു 2-3 ബ്രെഡ് ക്രൗട്ടൺസ് കൂടി ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഒരു സാധനവും അങ്ങനെ പെട്ടെന്നൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ കുറച്ച് നേരത്തേക്കാണ് ചില ഷോപ്സ് തുറക്കുന്നത്. ഞാൻ ബ്രെഡ് മേടിച്ച് വയ്ക്കാൻ മറന്നുപോയി. അതുകൊണ്ട് എനിക്കത് ഉണ്ടാക്കി കാണിക്കാൻ പറ്റത്തില്ല. സോറി ഫോർ ദാറ്റ്. ഞാൻ വേറൊരു അവസരത്തിൽ കാണിച്ചു തരാം. നല്ല തിള വീണ്ടും വന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കണ്ടില്ല, കളറും എല്ലാം നല്ല മണം. ഇനി ഈ ഒരു പെർഫെക്ഷൻ സ്റ്റേജിലാണ് നമ്മൾ വെണ്ണ
1 ടേബിൾ സ്പൂൺ വെണ്ണയും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, 1 ടേബിൾ സ്പൂൺ വെണ്ണ. അത് ഈ ചൂടിൽ കിടന്ന് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളൂ. ആ വെണ്ണയും കൂടി വരുമ്പോഴാണ് നമ്മളുടെ സൂപ്പാകുന്നത്. ഓക്കെ, ഇനി തീ ഓഫ് ചെയ്യാം. ഈ ചൂടൊക്കെ മതി. വെണ്ണ അലിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർന്നോളൂ. കൺസിസ്റ്റൻസി നോക്കിയേ, കണ്ടോ, നല്ല കുറുകിയ കൺസിസ്റ്റൻസി. പക്ഷേ ഇപ്പോൾ ഇത്രയും കുറുകിയതുപോലെ ആണെങ്കിലും ഇച്ചിരി കഴിയുമ്പോൾ അല്പം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി കുറുകിയതുപോലെയാണ്. നമ്മുടെ സൂപ്പ് ബൗൾ എടുത്തിട്ട് ഒരു വൈറ്റ് കളറിലെ ബൗളാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കില്ലേ. ഇനി നമുക്ക് ആ സൂപ്പ് ബൗളിലേക്ക് നമ്മുടെ ടൊമാറ്റോ സൂപ്പ് സെർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും. അങ്ങനെ നമ്മളുടെ ടൊമാറ്റോ സൂപ്പ്. വെളിയിൽ മഴയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നല്ലതല്ലേ. ആഹാ, എക്സലൻറ്റ്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എക്സലൻ്റ് എന്ന് പറയാമല്ലേ. പക്ഷെ നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കാമല്ലോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ തരണം കേട്ടോ, എന്താണ് എങ്ങനെയാണ് ഇഷ്ടമായോ എന്നൊക്കെ. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇഷ്ടത്തിന് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൺസിസ്റ്റൻസിയെക്കാട്ടിലും ഒരല്പം കൂടി കുറുകും ഇച്ചിരി ഇരുന്ന് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് തോന്നും, ഒഴിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും കുറച്ചുകൂടെ കുറുകണ്ടേ എന്നൊക്കെ തോന്നിയാലും ഇത് കൂടുതൽ ചേർക്കരുത്. കറക്റ്റാണ്. ഇത് ഇരിക്കുന്നതോറും ഇങ്ങനെ കുറച്ചുകൂടി ആ ഒരു സൂപ്പി കൺസിസ്റ്റൻസി ശരിയാവും. പുളിയൊന്നുമില്ല കേട്ടോ, ടേസ്റ്റി. കാര്യം ആ 2 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ അതിൻ്റെ ആ ബാലൻസ് ചെയ്യിക്കും. പിന്നെ ആ വെണ്ണയും കൂടി ഇട്ടതുകൊണ്ട് എക്സലൻ്റ് ആയിരിക്കും. പിന്നെ ഹെൽത്ത് റീസൺസിന് ഈ പറഞ്ഞ 2 കാര്യങ്ങളും വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ എന്തായാലും ഇനി എനിക്ക് എന്താ പറയാനുള്ളത്, അതായത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ദെൻ കമൻറ്റ് എന്തായാലും തരണം അതിനെക്കുറിച്ച്. ആൻഡ് ഫൈനലി പിന്നെ എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.